എവിടെ തെറ്റിപ്പോയെ? എവിടെയെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ട്? ബ്രദർ പറയും, എവിടെ ദൈവം പരാജയപ്പെട്ടിട്ടുണ്ട്? ക്രൂശിൽ പരാജയപ്പെട്ടു. ചിലർ പറഞ്ഞു ക്രൂശിൽ ക്രൂശിൽ എന്താ താൻ ചെയ്ത്? താൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു അല്ലേ? പിതാവ് അവിടെ പോലും താൻ കരുത്തനായിരുന്നു. കാരണം പ്രാർത്ഥനയിലൂടെ, ഗതസമന തോട്ടത്തിലൂടെ താൻ പ്രാർത്ഥനയോടെ ശക്തിപ്പെട്ടു. താൻ ഒരിടത്തും പരാജയപ്പെട്ടിട്ടില്ല. യേശു ഒരിടത്ത് പോലും, നമുക്കറിയാം, ക്രൂശിൽ താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തൻ്റെ ദൈവത്വം പോലും ഉപേക്ഷിച്ച് പിതാവ് മുഖം മറച്ചു കളഞ്ഞു. നമുക്കറിയാം, തകർത്ത് കളയാൻ പിതാവിന് ഇഷ്ടം തോന്നി. പിന്നെ എവിടെയാ സഹോദര നിങ്ങൾ പറയുന്നത് മനുഷ്യപുത്രൻ തെറ്റിപ്പോയി, അല്ലെ ദൈവപുത്രൻ തെറ്റ് ചെയ്താലെന്ന് പറഞ്ഞ് നിങ്ങൾ എവിടെയാ? അവനൊരിക്കലും തെറ്റിയിട്ടില്ല. പിശാചിനെ തകർത്തതാണ്. അതായത് യോഹന്നാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാ ദൈവപുത്രൻ, ഡിസ്ട്രോ ദ വർക്ക്സ് ഓഫ് ഡെവിൾ. അപ്പൊ ഈ പിശാചിന്റെ പ്രവൃത്തികളെ തകർത്തു. അവന് അധികാരമില്ല യേശുവിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, സാധാരണ ചോദ്യമുണ്ട്, അല്ല അവരുടെ ഇൻഡസ്ട്രി വളരാൻ വേണ്ടി അവർ സാത്താനെ കൂട്ടുപിടിച്ചുകൊണ്ട് കുഴപ്പമുണ്ടോ? അതാ പറഞ്ഞ ഞാൻ ആടിന്റെ കാര്യം അതാ പറഞ്ഞേ. തൂപ്പല കൊടുക്കുന്നു, ആടിന് രാവിലെ കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, കയറ് കൈമാറും. കത്തി വരുമ്പോഴാണ് പിന്നെ ആടിന് മനസ്സിലാകുന്നത് ഇതിനാ മോഷ്ടിപ്പാൻ, അറുപ്പാൻ, മുടിപ്പാൻ. ദൈവത്തിലേക്ക് വരുമ്പോൾ രക്ഷിക്കുന്ന ദൈവം, ഞാൻ മുമ്പേ പറഞ്ഞൊരു വിശ്വാസ കോടതി വരുമ്പോൾ ആദ്യം അവനെ വലിയൊരു ആളാക്കാമെന്നല്ല ദൈവം പറയുന്നത്. ആദ്യം നമ്മളിൽ രൂപാന്തരം വരികയാണ് അല്ലേ? അധമ പാപി, അതാണ് കാനാവിലെ കല്യാണ വിരുന്നിന് അടയാളങ്ങളുടെ ആരംഭം. പച്ചവെള്ളം വീഞ്ഞായി. ആദ്യമേ ദൈവം ഒരു വ്യക്തിയെ, അധമ പാപിയെ ദൈവത്തിൻ്റെ നീതിയാൽ ശുദ്ധീകരിച്ച് ആ വ്യക്തി രക്ഷയേറ്റെടുക്കുന്നു. ആ വ്യക്തി അടുത്ത പടിയാണ് സ്നാനം അല്ലേ? ജലത്തിൽ താൻ യേശുവിനെ സ്വന്തം കർത്താവിൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് ജലത്തിൽ താൻ സ്നാനപ്പെടുന്നു. തന്നെ അതിനുശേഷം വേദപുസ്തകം പറയും താൻ പുതിയ സൃഷ്ടിയാണെന്ന്. അതിനുശേഷം താനെ ദൈവവചനം പഠിപ്പിക്കുന്ന അല്ലേ? വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുക എന്ന് പറഞ്ഞ പോലെ ആ കുഞ്ഞിനെ ആ സഭയിലേക്ക്, അവിടെയാണ് വീണ്ടും ജനിച്ച കൂട്ടായ്മ. അപ്പം നുറുക്കി, അപ്പോസ്തലന്മാർ പറയുന്നുണ്ടല്ലോ, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തി എങ്ങനെ, ആർക്ക് എവിടെ തെറ്റുപറ്റും, ആർക്ക് തെറ്റാൻ കഴിയും? അപ്പം യേശു ചെയ്തത് വിജയമാണ് ചെയ്തിരിക്കുന്നത്. അതിനെന്തെല്ലാം സങ്കല്പങ്ങൾ വന്ന് തകർക്കാൻ നോക്കിയാലും എനിക്ക് പറയാനുള്ളത്, ആ ഡയറക്ടർ ഞാൻ സ്നേഹിക്കുന്നു, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവ് സുകുമാരൻ. അദ്ദേഹത്തിനെയൊക്കെ ഞാൻ ഒരു കാലങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട നടൻ തന്നെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനൊക്കെ ഇങ്ങനെയൊക്കെ ദൈവമേ, അദ്ദേഹം നല്ലൊരു ആക്ടർ, നല്ല കാര്യം, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇതിലും നിങ്ങൾ പിന്മാറണം. കാരണം ഇത് 3-ാം ഭാഗം അല്ല 4-ാം ഭാഗം എടുത്താൽ ഇതിൻ്റെ എൻഡ് പറയാം. ഒരു ആത്മീയൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയാം, ഇവൻ അധിക നാൾ നമ്മളെ സാത്താൻ മുമ്പോട്ട് കൊണ്ടുപോകത്തില്ല. ഇവൻ എന്തോ മഹത്വം കൊടുത്താലും ഇവൻ്റെ ഉദ്ദേശം, ഞാൻ ഒറ്റൊരു ഉദാഹരണം പറഞ്ഞോട് പറയാം. ബ്രദറും നമ്മൾ തമ്മിൽ ഭയങ്കര ശത്രുതയാണ്, ഉദാഹരണമാണ്. അപ്പം ബ്രദർ ഭയങ്കര വൈരാഗ്യം, ബ്രദറിന് എന്നോടും വൈരാഗ്യം. ഇപ്പം എന്നോട് വൈരാഗ്യം എന്ന് പറയുമ്പോൾ എൻ്റെ കുടുംബത്തോടും അല്ലോ, അതുപോലൊരു പകയാണ്. പക്ഷെ എൻ്റെ മകനെ അങ്ങ് പുറമെ സ്നേഹിക്കുന്നു, ഡീൽ ചെയ്യുന്നു. അപ്പം തീർച്ചയായിട്ടും എനിക്കറിയാം അതെന്തോ ഒരു ചതിക്കുഴിയാണ്. ദൈവത്തിൻ്റെ ശത്രുവാണ് പിശാച്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അവൻ്റെ ജനം. ആ ജനത്തെ കൂട്ടുപിടിച്ച് അവൻ മഹത്വത്തിന് വേണ്ടി ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ സൃഷ്ടിയ ജനമെങ്കിൽ ആ ജനവും പിശാചിന്റെ ശത്രുവാണ് അല്ലേ? അപ്പൊ അവൻ ഉയർച്ച കൊടുത്ത് അവന്റെ മഹത്വം എടുത്ത് ആ വ്യക്തിയെ തകർച്ചയിലേക്ക് നയിക്കത്തുള്ളൂ. അതാ പറഞ്ഞേ, ദുഷ്ടൻ പച്ചില വൃക്ഷം പോലെ തഴച്ചിരിക്കുന്ന കണ്ടു, പിന്നെ വന്നപ്പോൾ അവൻ അവിടെ ഇല്ല. മനസ്സിലായോ? അപ്പൊ ഇതിനകത്തൂടെ തരുന്ന കാര്യങ്ങളിലേക്ക് നമുക്കത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. നോക്കി, ഈ സ്ക്രിപ്റ്റിന്റെ പിൻപിൽ, ഈ തിരക്കഥയുടെ പിൻപിൽ, ഈ സംവിധാനത്തിന് വിവരിച്ച് രഹസ്യമായി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. ഇറാഖിൽ പോയി ആ പള്ളിക്കകം നമുക്കറിയാം, പ്രത്യേകിച്ച് കുരുതി നടന്ന, ഒത്തിരി രക്തസാക്ഷി നടന്ന, ക്രിസ്ത്യാനികൾ ഒത്തിരി വെട്ടേറ്റ അവിടെ പോയെന്നുള്ള ചിത്രീകരണം, ഇതെല്ലാം പ്ലാനിങ്ങിലൂടെ ഇവർ ചെയ്യുമ്പോൾ, പ്രിയ സഹോദര, ഞങ്ങൾക്ക് പറയാനുള്ള വേറെ ഒന്നുമില്ല. ഇതിൽ നിന്ന് ഒരു ആത്മീയനായതുകൊണ്ട് ഞങ്ങൾ പറയുക, കാരണം ഞങ്ങൾ അവൻ്റെ അവകാശത്തിൽ കടന്നവരാ, ഇരുട്ടിൻ്റെ അധികാരങ്ങളിൽ കടന്നവരാ. ഞങ്ങൾ പിശാചിൻ്റെ അധീനതയിലായിരുന്നു. അന്ന് ഞങ്ങൾക്ക് മദ്യപാനം ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ആശ്രമാന്തരീക്ഷത്തിലൊന്നും വളർന്നവരല്ല, ലോകപ്രകാരം ജീവിച്ചവർ തന്നെ. ഞങ്ങളുടെ രീതി പറഞ്ഞാൽ, യേശു ഞങ്ങളിൽ വന്നപ്പോൾ ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചു, പരിശുദ്ധാത്മ ഞങ്ങളിൽ വന്നു, വെളിച്ചം ഞങ്ങളുടെ ഉള്ളിൽ വന്നു. പക്ഷെ ഞങ്ങൾക്ക് ദൈവവചനത്തിലൂടെ പറയാൻ കഴിയുന്നത്, നിങ്ങൾ ഈ ലൂസിഫർ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ ഉയർത്തുമ്പോൾ അവൻ വഞ്ചകനാണ്, അവൻ ചതിയനാണ്, അവൻ്റെ കയ്യിൽ നമ്മൾ വർഷങ്ങൾ കടന്നതാണ്. നമുക്കറിയാമല്ലോ. അതിൽ നിന്നാണ് ഞങ്ങളെ ചങ്കില് ചോര കൊടുത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. അവൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, അവൻ എല്ലാം തരാമെന്ന് പറയുമ്പോൾ അവൻ മോഷ്ടിപ്പാൻ, അറുപ്പാൻ, പ്രത്യേകിച്ച് പിശാചിനെ സംബന്ധിച്ച് അവനൊരു വീട് ഉന്നം വെച്ചിട്ടുണ്ട്, ഒരു വ്യക്തി ഉന്നം വെച്ച് അവൻ പിന്മാറത്തില്ല. ഒരു തകർച്ച കണ്ട് എത്ര മതിയെന്ന് നമുക്കറിയാമല്ലോ. ഒരു കൊലപാതകനാന്നേ പോലും ഒന്ന് മരിച്ചു കഴിയുമ്പം ആ സ്ഥലത്ത് അങ്ങ് പോകും. ഇവൻ പോകത്തില്ല.
ഇവൻ ആ കുടുംബത്തെ അതാണ് മോഷ്ടിപ്പാൻ, അറുപ്പാൻ, മുടിപ്പാൻ. എൻ്റെ കർത്താവ് പറയുന്നുണ്ട്, ഐ കെയിം യു മേ ഹാവ് ലൈഫ് അസ് അബണ്ടൻറ്റ്ലി. ഞാൻ വന്ന് ജീവനെ തരാൻ, സമൃദ്ധമായ ജീവൻ. ആ വചനത്തെ കോട്ടീകരിക്കും. പിന്നെ വേറൊരു വചനം തെറ്റായിട്ട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അത് ഈ നമ്മുടെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇത് പറഞ്ഞേക്കുന്ന അവസാനം ഒരു നാമം ഉണ്ടായിരുന്നു, ആ നാമം ലൂസിഫർ ആയിരുന്നു. അതായത് ബൈബിളിന്റെ ഒരു പ്രസന്റേഷൻ, ആ വേ ഓഫ് പ്രസന്റേഷനിൽ തന്നെ വാക്കുകൾ മാറ്റി ലൂസിഫറിനെ പറയുന്നു. അത് വേണമെങ്കിൽ പറയാം അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ടൈറ്റിൽ അല്ല, അതൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ആണ്. അത് സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വന്നേക്കുന്നത്. അതായത് നമ്മളിപ്പോ വചനം വയ്ക്കും, ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്ന് പറയുന്ന അതേ പാറ്റേണിൽ തന്നെ അവസാനം ഒരു നാമം ഉണ്ടായിരുന്നു, ആ നാമം ലൂസിഫർ ആയിരുന്നു. എന്താ ഞാൻ പറയട്ടെ, പലപ്പോഴും ചിലർ ചോദിക്കുന്നുണ്ട് യേശു ദൈവപുത്രനാണോ? പക്ഷെ നമുക്കറിയാം, ഒരു ശമരിയക്കാരി സ്ത്രീ, ജീവിതത്തിന് ഒരു ക്രമീകരണവും ഇല്ലാത്ത ഒരു സ്ത്രീയോടാണ് പറയുന്നത്, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാനാണ് മശിഹ, അല്ലേ, ക്രിസ്തു, വരാനുള്ള മശിഹ. ഈ കർത്താവ്, ഞാൻ ചോദിച്ചോട്ടെ, ഈ പലരും ഇപ്പം മിത്ത എന്നൊക്കെ പറഞ്ഞ യേശുവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു. ശ്രദ്ധിച്ചോണം, ആദിയിൽ, ദ ബിഗിനിങ് വാസ് വേർഡ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. ശ്രദ്ധിക്കണം, ആദിയിൽ വചനം എന്ന് പറയുന്നത് എന്തോ? വചനം ദൈവമായിരുന്നു. അതാണ് യോഹന്നാൻ 1:12 വചനം ജഡമായി തീർന്നു. ദ വേർഡ് ബിക്കേം ഫ്ലഷ് ആൻഡ് ഡോൾട്ട് എമംഗ് അസ് ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ശ്രദ്ധിക്കണം, അവിടെയാണ് അതിന്റെ മിസ്കോട്ടിങ് ഞാൻ മാറ്റുക. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ യേശു ദൈവമാണെന്നുള്ള ശ്രദ്ധിക്കാൻ മനസ്സിലായോ? വചനം ദൈവമായിരുന്നു. എന്നിട്ടാണ് പറയുന്നത് അവനിൽ, പിന്നെ അവിടെ ക്രിയ വരുന്നത്, അവനിൽ വ്യക്തി, അവിടെ ഇത് വരുവാണ്, അവനിൽ, ഹീ എന്നുള്ള പദം അവിടെ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചം, ജീവനും. അതാണ് എബ്രായ ലേഖനം 4:12 ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമഞ്ചകളെയും വേർപിടിക്കും വരെ തുളച്ചില്ലുന്നതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വെച്ച് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവനാണ് സ്വയ ജീവൻ, നമ്മുടെ സാധാരണ ജീവനല്ല, അതായത് ദൈവിക ജീവൻ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതാണ് വചനം പറയുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. The light shines in the darkness shall not be comprehend. അതായത് ഈ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുട്ടോ അതിനെ പിടിച്ചടക്കില്ല. ഇവൻ ഇരുട്ടിന്റെ ദൂതനാ. വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ കൊണ്ടുവന്നപ്പോൾ ഇപ്പൊ യേശുവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം, യോഹന്നാൻ കാണുന്ന വെളിപ്പാടിൽ ഐ ആം ദ ബിഗിനിങ് ആൻഡ് എൻഡ്. തുടക്കമില്ലേ പോയി, ഞാൻ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആദിയിൽ, അവിടെയാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, മാറ്റി മറ്റേത് അവിടെ വെച്ച് അവനെ ആദിയിൽ ഒരു നാമം ഉണ്ടായിരുന്നു. ബ്രദറെ, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി ഇരിക്കുന്ന ഒരു സീറ്റുണ്ട്, ഉണ്ടോ? ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടല്ലേ? നമ്മുടെ പിണറായി വിജയൻ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരിക്കുന്ന ഒരു സീറ്റില്ലയോ? അദ്ദേഹം അങ്ങോട്ട് പോകുമ്പോ വേറൊരുത്തൻ അവിടോട്ട് കയറി ഇരുന്നാലോ? അതാണ് പുള്ളി ചെയ്തത്. അവിടെ വേറൊരുത്തനൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഇല്ലീഗലാ, ഇല്ലയോ? അടിച്ചവനെ എടുത്ത് തകർത്ത് കളഞ്ഞിട്ട് ആളവിടെ ഇരിക്കും. കാരണം അവള് ജനങ്ങളാൽ, അല്ലെങ്കിൽ ഒരു രാജാവിന്റെ കസേര പോലെ ദൈവത്താൽ പാപത്തെ ജയിച്ചു, മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലഭാഗെ ഇരുന്ന് വാഴ്ച നടത്തുന്ന യേശു, സ്വർഗത്തിലും ഭൂമിയിലും എനിക്ക് അധികാരം നൽകിയിരിക്കുന്നു. ആ സ്ഥാനത്ത് ഒരു സാധാരണക്കാരൻ ചുമ്മാ എഴുതി വെച്ചിരിക്കുന്ന വചനമാണോ? ദൈവിക ശാസ്ത്രീയമല്ലേ വചനം? പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ഡീമിനെയൊക്കെ കാസ്റ്റ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, വചനം പറയുമ്പോൾ ശക്തികൾ പോകുമ്പോൾ അവർ പറയുന്ന വചനം പറയരുതെന്ന് ഞങ്ങൾ പറയുന്നു. പ്ലീസ് ഡോണ്ട് സ്പീക്ക് ദ വേർഡ് എന്ന് പറയുന്നു. അപ്പോൾ ആ വചനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, അതാണ് ചോദിച്ചത്, പ്രധാനമന്ത്രിയുടെ കസേര വേറെ എഴുതുന്നത് ഞാൻ പ്രധാനമന്ത്രിയാന്ന് പറഞ്ഞാൽ പറ്റുമോ? അവൻ ദൈവമെന്ന് നടിച്ചവൻ കയറുമെന്ന്. അവിടെ ആദ്യം എന്നുള്ള ഇവൻ എങ്ങനെ മാറ്റാൻ കഴിയും? അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രതികരിക്കാത്ത, സാധാരണ ഈ പെന്തിക്കോസ്ത് വിശ്വാസികള് പാസ്റ്റേഴ്സ് ഒന്നും പ്രതികരിക്കാത്തതിന്റെ കാരണം നമുക്കൊരു ഉറപ്പുണ്ട്, ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും. പക്ഷെ ഇങ്ങനെയൊക്കെ കൂട്ട് ചെയ്യുമ്പോൾ ജനങ്ങളിൽ വിഷം കുത്തി നിറയ്ക്കുമ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യകതയുണ്ട്. അപ്പം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനമാണ്. എനിക്ക് നാളെ ഈ വൃദ്ധ്യരാജ് എന്ന് പറഞ്ഞ വ്യക്തിയോടോ എനിക്ക് ആ വ്യക്തികളോട് ഒരു വിരോധമില്ല. എനിക്ക് മോഹൻലാൽ, ഞാൻ പറഞ്ഞു ഇവരെയൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി തന്നെ, പ്രത്യേകിച്ച് ഞാൻ കലാകാരനായിരുന്നുകൊണ്ട്. നാളെ ദൈവം കൃപ ചെയ്ത് നാളെ ഒരു പടം എനിക്ക് ഡയറക്റ്റ് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ എഴുതി കൊടുക്കും, തിരക്കഥ എഴുതി കൊടുക്കും. ഞാൻ ചെറുപ്പകാലങ്ങളിൽ നോവലുകൾ എഴുതും, കഥകൾ എഴുതും, ബുക്കുകൾ എഴുതും. നമുക്ക് ചെയ്യാം, അതിനകത്ത് പ്രശ്നമില്ല. പക്ഷെ ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളുടേതായ എന്തോ അതിന് പറയുന്നത് ബിബ്ലിക്കൽ എന്ന് പൂർണ്ണമായിട്ടല്ല,
നമ്മൾ ജനങ്ങൾക്ക് നന്മയുള്ളൊരു സംഭവം ചെയ്തിട്ട് അവരെ കൊണ്ട് അഭിനയിപ്പിക്കും, ചെയ്യാം. എൻ്റെ പിതാവ് ഒരു ഡയറക്ടറോടാണ്, മിനിസ് കംസരത ഉണ്ടാക്കുകയും കലാകാരനായിരുന്നു എൻ്റെ പിതാവ്. അവരൊക്കെ അങ്ങനെയുള്ള ആർട്ട് വർക്കുകൾ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു വളർന്നു. അപ്പൊ ഞാൻ ഇതിനോട് ചേർന്നില്ല. ഇപ്പൊ നമ്മളിപ്പം ഒരു സൈഡ് ഇങ്ങനെ പറഞ്ഞില്ല, അപ്പൊ മറു സൈഡിലായിട്ട് ഞാനൊരു കാര്യം ചോദിക്കാം. ഇതിപ്പം ഒരു കഥയാണല്ലോ, അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം, അതാണ് ഇന്ന് ഏറ്റവും അധികം സംസാരിക്കുന്ന വിഷയം, ആവിഷ്കാര സ്വാതന്ത്ര്യം. അപ്പൊ ഇതൊരു കഥയാണ്, ഇതൊരു ഫിക്ഷനാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഒരുപാട് ഓവറായിട്ട് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ, അതോ ഇതിനെ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ അതേക്കുറിച്ച് വളരെ പറയാം. ശരിക്കും പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യം നമുക്കറിയാമല്ലോ. നമ്മൾ അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും, എനിക്കിപ്പം കുരിശ് നമുക്കറിയാമല്ലോ, അത് കാണുന്നവർ ക്രിസ്ത്യൻസിനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നമ്മളിപ്പോൾ കുരിശിനെ ആരാധിക്കുന്നില്ലെങ്കിലും ക്രൂശിലെ വചനം അല്ലേ, കർത്താവ് ക്രൂശിലല്ലേ എല്ലാ പ്രവർത്തികളും ചെയ്ത്. എന്നാൽ വചനം എന്തോ, വചനത്തിന് വന്ന മാറ്റം, വചനത്തെ മാറ്റാൻ, വചനത്തെ റീപ്ലേസ് ചെയ്യാൻ ആർക്കും അനുവാദമില്ല. അത് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുക, വള്ളി പുള്ളി മാറ്റാൻ അനുവാദമില്ല, എഴുതാൻ അനുവാദമില്ല. അതേല നമ്മൾ പറയുന്നത്, വേറെ ഒന്നുമല്ല. മനസ്സിലായോ? ആവിഷ്കാര സ്വാതന്ത്ര്യം നിങ്ങൾ എന്തും ചെയ്തോട്ടെ. നിങ്ങൾ എന്തിന് ഈ ഒരു ഭാഗം ഇങ്ങനെ ചുമ്മാ ഒരു പുസ്തകത്തിൽ എഴുതിയേക്കുമല്ല. ഞങ്ങൾ തിരുവഴുത്ത് ദൈവത്തിൻ്റെ ദൈവശാസ്ത്രീയമായ, ദൈവത്തിൻ്റെ ശ്വാസമായ, പ്രവാചകന്മാരാൽ എഴുതപ്പെട്ട ദൈവവചനത്തെ നിങ്ങൾ എന്തിന് അത് മാറ്റാൻ ശ്രമിക്കുന്നു? അത് വലിയ പാവം. അത് ദൈവം അതിനെ കൈകാര്യം ചെയ്യും. കാരണം ഞാൻ പറഞ്ഞത് അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു ചോദിച്ചാൽ അനുഭവങ്ങളിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം ഇവരുടെയൊക്കെ ഹൃദയ കണ്ണുകളെ നമുക്കറിയാം. ഈ പൗലോസിനെ കുറിച്ച് പറയുന്ന എന്തോ, അന്നത്തെ കാലത്ത് വലിയ പീഡനങ്ങൾ ചെയ്തല്ലേ, മഹാപുരോഹിതന്റെ അധികാരപത്രം ഉണ്ടായിരുന്ന ആളല്ലേ. അപ്പൊ താൻ പോകുന്ന വഴിയിൽ ദൈവം തന്നെ തകർത്ത് കളയുമല്ലായിരുന്നു. അറിയോ ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ എതിരെ ഒരാൾ പറയുമ്പോഴും അവരെ സ്നേഹിക്കുന്ന ദൈവം അല്ലേ. അപ്പം ദൈവം അവനെ ആ പ്രകാശം വന്നപ്പോൾ ആ നാമം എടുക്കാൻ ദൈവം ഇടയാക്കി. നാളെ ഈ പൃഥ്വിരാജ് അല്ലെ മോഹൻലാല് ഇവരുടെ ഹൃദയക്കണ്ണ് വാസ്തവമായിട്ട് തുറന്നാൽ അവരെ ഇതാരാ, ഈ ഇരുട്ടിന്റെ അധികാരം ലൂസിഫർ ആരാ, അവരൊക്കെ ചുമ്മാ പറയുന്നു. പിന്നെ പറയുന്നുണ്ട്, എന്തോ പറഞ്ഞ്, പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ ഇരുട്ടിന്റെ ഒരു പൂവ്. തെറ്റല്ലേ അത്? ഞങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നവരല്ലേ, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ്. അപ്പൊ പിതാവിന്റെയും പുത്രന്റെയും ഇടയ്ക്ക് പരിശുദ്ധാത്മാവിനെ ഒരു അശുദ്ധാത്മാവായിട്ട് ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ ഫീൽ ചെയ്യും നമുക്ക്. പറയുമ്പോ കഥയ്ക്കകത്ത് സത്യം ഇതല്ലല്ലോ പറയുന്നത്, അത് പറയുമ്പോ അത് ജസ്റ്റ് ഒരു കഥ പോലെ അല്ലേ വരുന്നത്. പക്ഷെ അതിനകത്ത് പറയുന്ന അതിനകത്തൂടെ ഒരു ഹിഡൻ ഇൻഫ്ലുവൻസ് ജനങ്ങളിൽ ചെലുത്തുന്നു. വേദോസ്തത്തിൽ പറയുന്നുണ്ട്, സ്പിരിച്വലി ഉണ്ട്, അത് ജനങ്ങളിൽ തീർച്ചയായിട്ടും ചെല്ലും. ഞാനിപ്പോ ഉദാഹരണം പറഞ്ഞല്ലോ, ഇപ്പൊ ആത്മഹത്യക്ക് സാധാരണ ചോദിക്കുന്ന ഒരു കാര്യം, ആത്മഹത്യ ജീവിതം എല്ലാം തകർന്ന ഒരാള് ജീവിതം അവസാനിപ്പിക്കാനിരിക്കുമ്പോഴാ പത്രത്തിലൂടെ കാണുന്നത്, ഒരു കുടുംബം ചേർന്ന് ലോഡ്ജി മുറിയെടുത്തു, കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്തു, അവര് തൂങ്ങി. ഇത് കാണുമ്പോ അവർക്ക് അടുത്തൊരു വഴിയാ. ഒരു സിനിമയിലൂടെ ഇത് കാണുന്ന ഒരാള് ഇങ്ങനെയാണ്. ഈ അവര് വേദപുസ്തകം വായിക്കുമ്പോൾ അവര് നോക്കും, അവിടെ പിതാവ് പുത്ര പരിശുദ്ധ, ഇതെങ്ങനെ ഇരുട്ടിന്റെ പൂ അവിടെ കയറിയത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, അദ്ദേഹം എഴുതിയ പോസ്റ്റിനകത്ത് ഇങ്ങനെ കിടക്കുന്ന കണ്ടല്ലോ. അതല്ല, നിങ്ങൾ സിനിമ ചെയ്തോ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ ഉയർച്ച പ്രാപിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾ വളരെ, നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ. നമ്മൾ അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അല്ല, മറ്റൊരു സൈഡില് ഇപ്പം അദ്ദേഹം ചെയ്ത ഒരു സിനിമ ഇന്ത്യ മുഴുവൻ ഒരു മലയാളി എന്ന നമുക്ക് അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, കലാകാരൻ എന്ന ലെവലിൽ ഞാനും കലാകാരനാ. എൻ്റെ പിതാവിൻ്റെ ആർട്ട് ചിത്രകാരനായതുകൊണ്ട് 3000-ലധികം എണ്ണച്ചായത്രം പുള്ളി വരച്ചു. ഓർമ്മ ഈ വരച്ച പടങ്ങൾ പോലുള്ള എണ്ണച്ചായത്രം. എൻ്റെ ബ്രദേഴ്സ് 2 പേരും ഇപ്പോഴും ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഈ വിശ്വാസി വന്ന് വിട്ടു, 20 കൊല്ലമായി. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു കലാകാരനോട് എനിക്ക് പറയാം, ഒരു ആർട്ടിസ്റ്റിൻ്റെ മൈൻഡ് എന്താണെന്ന് പറയാം. നിങ്ങൾ എന്തൊരു ആർട്ടിസ്റ്റിക്കായിട്ട് നിങ്ങൾ എന്ത് കാര്യങ്ങളും ചെയ്തു. പക്ഷേ ഇതിനകത്ത് വന്നേക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലൂസിഫർ ഇറങ്ങി അതിൻ്റെ 2ാം ഭാഗം 3ാം ഭാഗം എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ചിന്തിച്ചു, വളരെ ഗൗരവപരമായിട്ട് ചിന്തിക്കണം. അവൻ ദൈവത്തിൻ്റെ വീണുപോയ ദൂതനാണ്. അവന് പവറില്ല. അവന് പവർ ഉണ്ടെങ്കിൽ ഓൾ മൈറ്റി പവർ, അതായത് ദൈവത്തിനാണ് ശക്തമായ പവർ. അവനെ ന്യായം വിധിച്ചിട്ടിരിക്കുന്നത്, വേണം എങ്ങനെ പറയാം, ഞാൻ ചോദിട്ടെ, ഒരു സെല്ലിനകത്ത് തൂക്കാൻ വിധിച്ചിട്ടിരിക്കുന്ന ഒരാളെ, ആ ആളുമായിട്ടുള്ള നമുക്കുള്ള സമ്പർക്കം എന്തോ, ആ വ്യക്തിയെ സ്നേഹം കൊണ്ട് പോയെന്ന് കാണുമായിരിക്കും അല്ലേ. നമ്മുടെ വേണ്ടപ്പെട്ട ആളെ തൂക്കാൻ വിധിക്കാനിട്ടിരിക്കുക, അത്യാവശ്യം ബന്ധുക്കൾ. നമുക്ക് വേണ്ടപ്പെട്ട ആളാണോ ഈ ലൂസിഫർ? അല്ല, നമുക്ക് വേണ്ടപ്പെട്ടവനല്ല. അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവരിത് മനസ്സിലാക്കേണ്ടത്, ഈ സിനിമാ ലോകത്തെ നമ്മൾ സ്നേഹിക്കുന്ന കാര്യം അത് വലിയൊരു ഇൻഡസ്ട്രി അല്ല. ഞാനൊരു മനസ്സിലാക്കുന്നത്, ഇവരിത് ഇപ്പം ചിന്തിക്കുക, ഇവരൊരു ജസ്റ്റ് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി, അല്ലെ ജസ്റ്റ് മാർക്കറ്റിംഗ്, ഒരു ജസ്റ്റ് ബിസിനസ് മണി മേക്കിംഗ് മാത്രം സെൻസിലായിരിക്കാം ചിലപ്പം പോകുന്നത്. അല്ലാതെ ഇതിന്റെ മണി മേക്കിംഗ് ആ ലെവൽ പറയാനൊക്കത്തില്ല. കാരണം അടുത്തിടയിലുള്ള വലിയ മാറ്റങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. ഓരോ കാര്യങ്ങളിൽ ഇവര് ഈ പാപവും തിന്മയും ചെലുത്താൻ ചെയ്യുന്ന ശ്രമങ്ങൾ. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, സിനിമ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചോട്ടെ, ചെറുപ്പകാലങ്ങളിൽ മദ്യപിക്കാൻ എനിക്കൊരു പ്രേരണ വന്നത് സിനിമ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം അന്നൊരു കൾച്ചറിന്റെ ഭാഗം പോലായിരുന്നു.
അല്ലേ? ഇപ്പൊ നമുക്കറിയാം വെട്ടും കുത്തും ഇന്നത്തെ ഒരു ട്രെൻഡ് ആ ഒരു ലെവലിലേക്ക് പോകുന്നു. പാഷനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം മറ്റൊരു സിനിമ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് വയലൻസ് അവരത് മാർക്കറ്റ് ചെയ്തത് തന്നെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് വയലൻസ് ഉള്ള മൂവി എന്ന് പറഞ്ഞാണ്. അതുപോലെ പല സിനിമകൾ ഇതിപ്പം ഇത് രണ്ടും ഭയങ്കര സക്സസ്ഫുൾ ആയതുകൊണ്ട് അതിന്റെ പേര് പറയുന്നത്. അതുപോലെ മയക്കുമരുന്നിന്റെ ഉപയോഗം കാണിക്കുന്നു. അപ്പം ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ഞാൻ പറയാം, ഈ അടുത്തിടയിൽ ഒരു സഹോദരി, ഒരു ഡോക്ടർ വന്ന് തോക്കുമായിട്ട് വന്ന് കൊല്ലത്ത് വേറൊരാളെ എന്തോ ഒരു പ്രയാസം ഉണ്ടെന്നപ്പോൾ അവള് പറയാം ദൃശ്യം സിനിമ അവർ പറയുന്നുണ്ട്, സിനിമ അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ചെയ്ത തെറ്റുകളെ എങ്ങനെ ഒളിപ്പിക്കാം, തെളിവില്ലാതെ നശിപ്പിക്കാം എന്നൊക്കെ അതിനകത്തൂടെ വരുന്നുണ്ട്. നമ്മുടെ ഈ കൊട്ടേഷൻ സംഘം, ഗുണ്ടാ സംഘം എന്നൊക്കെ പറഞ്ഞ എല്ലാം അവരിതൊന്നും ദോഷത്തിനല്ല. നമ്മളത് ആദ്യം മനസ്സിലാക്കണം. സിനിമാ ലോകം മോഹൻലാലോ മമ്മൂട്ടിയോ അല്ലെ സിനിമാ ഫീൽഡ് ഒരിക്കലും ജനങ്ങളെ നശിച്ചു പോകാൻ വേണ്ടി ചെയ്യുന്നതല്ലാന്നോ, ഒരിക്കലുമല്ല. പക്ഷേ ഇനിയും ഞങ്ങൾക്ക് പറയാനുള്ള റിക്വസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ വയലൻസ് ഒക്കെ അറിയാമല്ലോ, ആ സൈഡിൽ തന്നെ അങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ കാണുന്ന പ്രേക്ഷകന്റെ ഒരു ഉത്തരവാദിത്വമില്ല. ഇപ്പൊ ഇതൊരു മയക്കുമരുന്നിന്റെ ഉപയോഗം കണ്ടു, പക്ഷെ പെട്ടെന്ന് ഇത് പ്രശ്നമാണ്, ഇപ്പൊ ഓൾറെഡി സ്റ്റാറ്റ്യൂട്ടറി വാണിംഗും എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ആൾക്കാരെന്താ അതിനകത്തോട്ട് അവര് പറയുന്നുണ്ട്, സിനിമ വേറെ പറയുന്നുണ്ട്. ഇപ്പൊ ഇന്ന് തന്നെ നമ്മുടെ പ്രേംകുമാർ പറഞ്ഞു സിനിമയായിട്ട് കണ്ടാൽ മതി. സിനിമയായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ള റിയൽ ആയിട്ട് ഒരു ആർട്ട് ഫിലിം അറിയാമല്ലോ, നല്ല റിയലിസ്റ്റിക് ആയിട്ട് ഫിലിം എന്ന് പറയുമ്പോൾ അവരവരുടെ ജീവിതം പോലെ അതിനെ പകർത്തുന്നേ. മനസ്സിലായോ? കാരണം ഈ MDMA നമുക്കറിയാം, മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങളൊക്കെ സിനിമയും നമ്മുടെ മാധ്യമങ്ങളെല്ലാം, പത്രമാധ്യമങ്ങളെല്ലാം ശരിക്കും ഞാൻ പറഞ്ഞു. അതെ, ഞാനിപ്പം അതിന്റെ പറയുന്നത് ഇപ്പൊ പത്രമാധ്യമങ്ങൾ, ഇപ്പം നമ്മളിപ്പോ സിനിമയെ മാത്രം പോയിട്ടില്ല, പത്രമാധ്യമങ്ങൾ വരുന്ന പരസ്യം. ഇപ്പം ഉദാഹരണം പറഞ്ഞ ഈ ഷൈൻ ടോം എന്ന് പറഞ്ഞ നടനുണ്ട്, അദ്ദേഹം ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്, അദ്ദേഹം സിഗരറ്റ് പോലും സ്റ്റാർട്ട് ചെയ്ത് സിഗരറ്റിന്റെ പരസ്യം ബി എ മാൻ എന്ന് പറഞ്ഞ സിഗരറ്റാണ് കാണിക്കുന്നത്. അപ്പം പുള്ളി പറയുന്നത് 18 ആ ഒരു പ്രായമായപ്പോ ഞാൻ പുരുഷനായെന്ന് കാണിക്കാൻ സിഗരറ്റ് വലി, അങ്ങനെ അദ്ദേഹം സിഗരറ്റ് വലി. അപ്പം മാധ്യമങ്ങളിൽ വരുന്ന പരസ്യങ്ങള്, മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ, നമ്മൾക്കറിയാം ഇന്നത്തെ ഈ വാർത്താ മാധ്യമങ്ങള് ഏറ്റവും റേറ്റിങ്ങിന് വേണ്ടി ഹൈലൈറ്റ് ചെയ്യുന്ന ഫ്രണ്ട് പേജ്. ഞാൻ വിദേശത്തായിരുന്നപ്പോൾ, ഞാൻ 10 കൊല്ലം വിദേശത്ത്, അവിടെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അവിടെ ഒരു കൊലപാതകമോ എന്തെങ്കിലും കാര്യങ്ങൾ നടന്ന പേപ്പറുകളിൽ കാണത്തില്ല. മൗത്ത് പബ്ലിസിറ്റി നമ്മൾ പറഞ്ഞായിരിക്കും അറിയുന്ന, വളരെ സീക്രട്ട്. കാരണം ഇന്നും നമ്മുടെ പത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്ലോസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഈ സംഭവം ഇത് കുറയ്ക്കണം. ഒരിടത്തൊരാളങ്ങ് ആത്മഹത്യ ചെയ്ത് വേണം സൂയിസൈഡ് എന്ന് തന്നെ പറഞ്ഞു. എന്തിനാ ഇതിന്റെ വിശദീകരണം? ഒരാള് ജയിലിൽ ചാടി, അയാള് ജയിലിൽ ചാടിയപ്പോ തൊട്ടുള്ള ന്യൂസ് മീഡിയക്കകത്ത് വന്നോണ്ടിരിക്കുക. ഇപ്പൊ പോലീസിന് അയാളെ ഒന്ന് ട്രാപ്പ് ചെയ്യണമല്ലോ, ഈ മീഡിയയിൽ ഈ ന്യൂസ് വന്നാൽ അയാളും അത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുവല്ലേ. ഇന്ന് തന്നെ നമ്മുടെ കുറുവാ സംഘത്തെ പിടിക്കുന്ന ഇന്ന് പേപ്പറിൽ കിടക്കുകയാണ്, അവരെ വാച്ച് ചെയ്തോണ്ടിരിക്കുക, വീഡിയോ എന്തുവാ ഇതിനകത്തൂടെ എല്ലാം അവരുടെ മൂവ്മെന്റ്, സൈബർ അതെല്ലാം. അപ്പൊ അവര് കാണുന്നുണ്ട് ഇതെല്ലാം. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളില് എന്താ ചിന്തിക്കുന്നത് ചോദിച്ചാൽ, ഇതിനെല്ലാം നമുക്കൊരു തീരുമാനം വന്നേ മതിയാവും. ഈ ലഹരി മരുന്നിന്റെ ആക്രമണം ഞാൻ പറഞ്ഞില്ലേ വരാൻ, നമുക്ക് ഇനിയും സിനിമാ ലോകം അത് അവർ ചിന്തിച്ചു തുടങ്ങി. ചിന്തിക്കണം, സിനിമാ ലോകം ചിന്തിക്കണം, പത്രമാധ്യമങ്ങൾ ഇനി നമ്മൾ സുവിശേഷം അറിയിക്കുന്നത് ചിന്തിക്കണം. മതങ്ങളൊന്നും ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല. നമ്മൾ എന്തിനാ എല്ലാ മാസവും ഈ ഗ്രാമങ്ങളിൽ ക്രൂസൈഡ് നടത്തുന്നത്? നമുക്കവിടെ പറയാനുള്ളത് എന്തോ? മദ്യപാനികളും നമുക്കറിയാം, പല വിശ്വാസങ്ങളുള്ളവരുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ ചെങ്ങന്നൂർ ചെയ്തത് അതിനടുത്ത് ക്ഷേത്രമുണ്ട് അല്ലേ, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളവിടെ യേശുവിനെ പ്രകാശം മാത്രം നമ്മൾ ഉയർത്തുക. ഒരു മതങ്ങളെ, എൻ്റെ പ്രഭാഷണം നമുക്കറിയാം, റിവൽറ്റുടെ മീഡിയ തുടങ്ങിയിട്ട് 10 വർഷങ്ങൾ, ഇന്ന് വരെ ഞാൻ ഒരു മതങ്ങളെ, ഒരു ദൈവങ്ങളെ, അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. പക്ഷെ നമ്മൾ ഭൂലോകം മുഴുവൻ പോയി സകല ജാതികളോടും സുവിശേഷം അറിയിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ. സകല ജാതികളും ശിഷ്യരായിക്കൊണ്ട് ഈ സ്നേഹം നിങ്ങൾ പറയണം. നമ്മൾ പറയുകയാണ്, നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുക മറ്റൊരുത്തരും രക്ഷയില്ല, നമ്മൾ രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴെ നൽകപ്പെട്ട നാമം, ഞങ്ങൾ സൃഷ്ടിക്കുന്നൊരു നാമമല്ല. അപ്പോൾ ആ വചനം ഞങ്ങൾ വിളിച്ച് പറയുമ്പോൾ ആരും നഷ്ടപ്പെടരുത്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഞാൻ ഈ ലൂസിഫറിന്റെ ഈ പിശാചിന്റെ അടിമത്തിൽ കിടന്ന ഒരാളാണ്. ഞാൻ വെളിച്ചത്തിലേക്ക് വന്നു. ആ വെളിച്ചത്തിലേക്ക് വരാൻ, ആ മറ്റുള്ളവരും ആ കൃപയിലേക്ക് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം തന്നെ നമുക്കറിയാം, ഈ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ സഹോദരനെ, ഈ മുരളി ഗോപി അല്ലേ മോൻ, ഇവരെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു, അവരെല്ലാം നമുക്കൊരു അഭിമാനം ഇല്ലേ, നമ്മൾ പുറത്തോട്ടൊക്കെ ചെന്ന് അന്യ സ്ഥലത്ത് ചെല്ലുമ്പോൾ. പക്ഷെ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തു ചെയ്തു, നിങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാം ഉണ്ട്. എനിക്ക് വേറെ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഞാനൊരു സുവിശേഷനായതുകൊണ്ട് എൻ്റെ ബിസിനസ് ഗോസ്പൽ ഷെയർ ചെയ്യാന്നുള്ള. അപ്പോൾ അതിനകത്തൂടെ നിങ്ങൾക്ക് ആ വചനത്തെ വളച്ചൊടിക്കാനോ ഈ വാക്കുകൾ ദൈവപുത്രൻ തെറ്റ് ചെയ്താൽ ഇതൊക്കെ പറയാൻ അനുവാദമില്ല.
ചുമ്മാ അയ്യോ സിനിമയല്ലേ, സിനിമയായിട്ട് കണ്ടാൽ പോലെ അവർക്ക് പറയാൻ വയ്യായോ. പക്ഷെ അതല്ല, ആ വാക്ക് ഒരു സാധാരണ ഒരു യൗവനക്കാരൻ അല്ലേ, ഒരു വ്യക്തിയിൽ അല്ലെ, ഞങ്ങൾ കർത്താവിന്റെ സ്നേഹം അറിഞ്ഞാൽ ഞങ്ങൾക്കത് ഫീൽ ചെയ്യും. ദൈവപുത്രൻ പാപം ചെയ്ത ചെകുത്താനെ അല്ലാതെ നിങ്ങൾ ആശ്രയിച്ചോ. പക്ഷെ ദൈവപുത്രൻ എന്നൊരു വീട് നിങ്ങൾക്ക് പറയാൻ അനുവാദമില്ല. പിതാവ് പുത്രന്റെ അകത്തെ ഇരുട്ടിന്റെ പോകുന്ന പറയുന്ന അധികം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ ശക്തമായി ക്രിസ്ത്യൻ സഭ പിന്നെന്തോ കാര്യമുണ്ട്. പ്രത്യേകിച്ച് പെന്തിക്കോസ്ത് ചോദിച്ചാൽ നമുക്കറിയില്ല, ആരും വഴക്കിനുമില്ല, ഒന്നിനുമില്ല. എനിക്ക് ഈ തീരുമാനങ്ങൾ തന്നെ വന്ന് ഞാൻ എടുക്കണോ വേണ്ടോ, കാരണം എനിക്ക് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ചിലത് പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതാണ് പറഞ്ഞത്, അവൻ നമ്മുടെ ശത്രുവാണ്.